അതെ റംബൂട്ടാനെ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ചാനലാരും പിടിച്ച് പൊളിച്ച് ചവച്ച് തുപ്പി വിടും. മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് എത്ര വോട്ട് കിട്ടി? 10-60,000 ജനങ്ങളുള്ള ഈ മണ്ഡലത്തില് താങ്കൾക്ക് 500 വോട്ട്. എന്തായാലും നേതാവ് സെഞ്ചുറിക്ക് മേലെ വോട്ട് പിടിച്ചില്ലേ? ഇലക്ഷനും സെഞ്ചുറിയും തമ്മിൽ എന്തുവാടാ ബന്ധം? 100 കഴിഞ്ഞ സെഞ്ചുറി അല്ലേ? ഈ വിവരദോഷിയൊക്കെ പാർട്ടി കയറ്റിയവനെ അടിക്കണം. ഈ റംബൂട്ടാൻ ചിഹ്നം തന്നെ ഒരുമാതിരി ചൊറി പിടിച്ച കോൺസെപ്റ്റ് ആയി പോയി. ഈ റംബൂട്ടാൻ കണ്ട ആർക്കാണൊന്നും പിച്ചാൻ തോന്നാത്ത? എടാ അത് മരത്തിൽ നിൽക്കുമ്പോ ഈ ചിഹ്നമായിട്ട് കാണുമ്പോ നമുക്കൊരു ചൊറി ഫീൽ അടിക്കും. അതിന്റെ കൂടെ നിന്റെ ഫോട്ടോയും ചൊറി. നമുക്കൊന്നുകൂടി ഈ വോട്ടുകളൊക്കെ ഒന്ന് എണ്ണാൻ പറഞ്ഞാലോ? തെറ്റ് പറ്റിയിട്ടുണ്ടാവും അവർക്ക്. മോനെ 1, 2, 3 വോട്ടിനല്ല തോറ്റത്. എങ്ങനെ എണ്ണിട്ട് 400 സംതിങ് വോട്ടേ ആവുന്നുള്ളൂ. നാണക്കേട് വിചാരിച്ച് അവർ 500 റൗണ്ട് ആക്കി പുറത്തു വിട്ടേ. ഇനി വോട്ടിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ എണ്ണ അറിയാത്ത എവ എണ്ണണം. 5 എത്രടാ? 55. ആ കണ്ടാ നീ ജയിച്ച്. ഒരു പ്രചരണം ഒന്നും പറഞ്ഞ് എന്തൊക്കെ അവരാതോടാ കാണിച്ചു കൂട്ടിയത്. രാവിലെ ഷെഡ് ഇടാതെ ഷട്ടിൽ കളിക്കാൻ പോകുന്നു, വിളിക്കാത്ത കല്യാണത്തിന് പോയി ഉണ്ണുന്നു. ആ കലാശക്കൊട്ടിന് കൊടിയിട്ട് ഇറക്കി 2 ദിവസം ഞാൻ കൊഴുതിട്ട് വീട്ടിയിരുന്നു. ഇനിയിപ്പോ കൊലയൊക്കെ വെട്ടി വീട്ടിലങ്ങ് കൂടാം. പാർട്ടി നിർബന്ധിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഞാൻ തയ്യാറായിരുന്നു. നീ മുഖ്യ വേറെ വല്ല ആയനെ എന്നെ കൊണ്ട് പറയിക്കല്ലേ. എന്താ എടാ എന്റെ കൂടെ വാടാ. പിതാവേ? പിതാവ് തമിഴ്നാട്ടിൽ നമ്മുടെ അണ്ണൻ തന്നെ CM. 10 പടത്തി അഭിനയിച്ചിട്ട് ഇലക്ഷനിലോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. വേണ്ട, എന്നിട്ടാണ് അതോടെ പൊട്ടാൻ. പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാ വാങ്ങിച്ചു വെച്ച പടക്കമൊക്കെ എന്ത് ചെയ്യും? നാട്ടുകാരെ അറിഞ്ഞു പൊട്ടിയത്. ഇനി പടക്കം പൊട്ടിച്ച് അറിയിക്കണ്ട. അല്ല, സൂക്ഷിച്ചു വെച്ച അടുത്ത ദീപാവലിക്ക് എടുക്കാമല്ലോ. ദീപാവലിക്കൊക്കെ ഇനി സമയമുണ്ട്. അപ്പോഴത്തേക്ക് തണുക്കും, നീയും പടക്കവും. 2 ഇന്നോവ കാറാ ബുക്ക് ചെയ്തേക്കുന്നത്. മൂന്നാർ നല്ല ക്ലൈമറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. കുടുംബസമേതം വിട്ടോ, കറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി.